ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ സ്റ്റേജ് 1 ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുടെയും ക്ലാസ്സാണ് നമ്മുടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4 ഓപ്ഷനുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും SCRT NCRT ഫാക്റ്റുമാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് ഏത് സമ്മേളനത്തിൽ വച്ചാണ്? ഓപ്ഷൻ എ നാഗ്പൂർ, ഓപ്ഷൻ ബി ബോംബെ, ഓപ്ഷൻ സി ലാഹോർ, ഓപ്ഷൻ ഡി അലഹബാദ്. നമുക്കറിയാം, ലാഹോർ സമ്മേളനത്തിൽ വച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനം നടക്കുന്നത്. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് PSC ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഫാക്റ്റുകളും നോക്കുകയാണെങ്കിൽ 5 ഫാക്റ്റുകളാണ് ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അതിലെ ആദ്യത്തെ ഫാക്റ്റാണ് നമ്മൾ പറഞ്ഞത്. ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1929. ഇനി ആരായിരുന്നു ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ് ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റാണ്, ചോദ്യത്തിൽ തന്നെ നിലവിലുള്ളതാണ്. അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് 1929 ലാഹോർ സമ്മേളനം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫാക്റ്റാണ് 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത്. അപ്പോൾ ദേശീയ പതാക ഉയർത്തിയ INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ലാഹോർ സമ്മേളനമാണ്. ആരാണ് ഉയർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം, മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഇതിൽ നിന്നുമുള്ള ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കാം ഇനിയും പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നോക്കാം. അതായത് ലാഹോർ സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആദ്യത്തെ പോയിൻ്റാണ് ലാഹോർ സമ്മേളനം നടന്ന വർഷം 1929. നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റാണ് ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റാണ്, ചോദ്യത്തിൽ നിന്ന് തന്നെ ഉള്ളതാണ് നമ്മുടെ അതിൻ്റെ ആൻസർ. അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം പ്രഖ്യാപിച്ച INC സമ്മേളനമാണ് ഏതെന്ന് പറയുന്നത് 1929 നാഗ്പൂർ സമ്മേളനം. നമ്മുടെ നാലാമത്തെ പോയിൻ്റാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ INC സമ്മേളനം. അപ്പോൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ 1929 ലാഹോർ സമ്മേളനമാണ്. ഓക്കെ, അതേപോലെ 1929 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു ദേശീയ പതാക ആദ്യമായിട്ട് ഉയർത്തുന്നത്. ശ്രദ്ധിക്കുക പ്രത്യേകം, ആദ്യമായി ഉയർത്തിയതാണ് 1929 ഡിസംബർ 31 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ എന്താണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ 1930 ജനുവരി 26 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും ഫാക്റ്റാണ്
നമുക്ക് ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് INCയുടെ രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാം. എന്താണ് മക്കളെ INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് INC? 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താണ് 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ദേശീയ സംഘടനയാണ് INC എന്ന് പറയുന്നത്. എന്നാണ് INC ഫോം ചെയ്തത് എന്നുള്ള ഒരു ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1885 ഡിസംബർ 28 ഉള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്നാണ് INC ഫോം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് 1885 ഡിസംബർ 28 INC ഫോം ചെയ്തത്. 1885 ഡിസംബർ 28. ഓക്കെ, ഇനി INC ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള പ്രമുഖ സിദ്ധാന്തം എന്താണ് എന്ന് ചോദിച്ചാൽ സിദ്ധാന്തം എന്തായിരുന്നു? അതാണ് സേഫ്റ്റി വാൽവ് തിയറിയാണ് INC ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ള പ്രമുഖ സിദ്ധാന്തം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സേഫ്റ്റി വാൽവ് തിയറി അല്ലെങ്കിൽ സുരക്ഷാ വാൽവ് സിദ്ധാന്തം എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ INC അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള പ്രമുഖ സിദ്ധാന്തം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി INCയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഏവോ ഹ്യൂമാണ് INCയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഏവോ ഹ്യൂമാണ് INCയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഏവോ ഹ്യൂം. അതേപോലെ തന്നെ INCയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഏവോ ഹ്യൂമാണ് INCയുടെ പിതാവ്. അതേപോലെ തന്നെ എന്താണ് INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? ഏവോ ഹ്യൂം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമമാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം, അലൻ ഒക്ടോവിയൽ ഹ്യൂം. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്നറിയപ്പെടുന്ന ഏവോ ഹ്യൂം. ഇനി INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, ആരാണ്? WC ബാനർജിയാണ് INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? WC ബാനർജിയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യകാലം ഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ്. അപ്പോൾ ആദ്യ കാലഘട്ടത്ത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് അത് എന്തായിട്ട് മാറിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറിയത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മാറാനായിട്ട് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് ദാദാഭായ് നവറോജി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജാണ്. ഓക്കെ, അപ്പോൾ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. എന്നാൽ ആദ്യ സമ്മേളനത്തിന് വേദിയാക്കാൻ തീരുമാനിച്ച നഗരം ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയായിരുന്നു? അത് പൂനെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ പൂനെയിലാണ് ആദ്യമായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ എന്തു വന്നു? പ്ലേഗ് വന്നു. അപ്പോൾ പ്ലേഗ് വന്നതിനാലാണ് എങ്ങോട്ടേക്ക് മാറ്റിയത്? ബോംബെയിലേക്ക് മാറ്റിയത്. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്രയാണ്? 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 72 പേരാണ്. ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ബേസായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന എന്താണ് എന്ന് ചോദിച്ചാൽ, അതായത് വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് INC എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്തെന്ന് പറയുന്നത് 1885 മുതൽ 1947 വരെ ഇന്ത്യയിൽ നടന്ന ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ദേശീയ സംഘടനയുടെ പേരാണ്
INC. എന്നാണ് ഇത് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ 1885 ഡിസംബർ 28. രൂപീകരിക്കാൻ കാരണമായ പ്രമുഖ സിദ്ധാന്തം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് സേഫ്റ്റി വാൽവ് തിയറി എന്ന് പറയുന്നത്. ആരായിരുന്നു INCയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ, ആരാണ് INCയുടെ പിതാവ് എന്ന് ചോദിച്ചാൽ, ആരാണ് INCയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം ആൻസർ ആരാണ്? എവോ ഹ്യൂമാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു. ആരെന്ന് പറയുന്നത് ഈ പറയുന്ന അലൻ ഒക്ടോവിയൽ ഹ്യൂം, അതായത് എവോ ഹ്യൂം. അതേപോലെ തന്നെ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത് WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അതേപോലെ തന്നെ INC ആദ്യ കാലഘട്ടത്ത് അറിയപ്പെട്ടിരുന്നത് INU, ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നാണ് 1884 വരെ അറിയപ്പെട്ടത്. പിന്നീടാണ് അത് എന്തിലേക്ക് മാറിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിലേക്ക് മാറിയത്. അങ്ങനെ മാറിയപ്പോൾ അതിനാ പേര് നിർദ്ദേശിച്ച ആരാ ചോദിച്ചാൽ ആരാ? ദാദാഭായ് നവറോജി എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി INCയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വച്ചാണ് ആദ്യ സമ്മേളനം നടന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്. ആദ്യം ഈ സമ്മേളനം അവിടെ നടത്താതിരുന്നതിനുള്ള കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നടത്താനായിട്ട് ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് പൂനെ ആയിരുന്നു. പിന്നീട് പൂനെയിൽ പ്ലേഗ് വന്നതിനെ തുടർന്നാണ് എങ്ങോട്ടേക്ക് മാറ്റിയത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിലേക്ക് മാറ്റിയത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 72 പേരാണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാന്ന് ചോദിച്ചാൽ അതാണ് ബാരിസ്റ്റർ GP പിള്ള എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേസായിട്ട് INCയുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസ് ലെവൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് INCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ എന്ന് പറയുന്നത് 54 സമ്മേളനങ്ങളാണ്. അതിൻ്റെ അകത്ത് ഒരു സമ്മേളനത്തിൻ്റെ വാലിഡിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ദിവസമാണ് ഒരു സമ്മേളനത്തിൻ്റെ വാലിഡിറ്റി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അങ്ങനെ INCയുടെ സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ദത്തയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ INCയുടെ സമ്മേളനത്തെ 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞത് ആരാന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? AK ദത്ത, അശ്വിൻ കുമാർ ദത്ത എന്ന് പറയുന്ന ആളാണ് പറഞ്ഞത്. INCയുടെ സമ്മേളനം എന്ന് പറയുന്നത് 3 ദിവസത്തെ തമാശ എന്ന് പറഞ്ഞ വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ദത്തയാണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് നാഗ്പൂർ സമ്മേളനവും അതേപോലെ തന്നെ ബോംബെ സമ്മേളനവും അലഹബാദ് സമ്മേളനവുമാണ്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് നേരെ സമ്മേളനങ്ങളിലേക്ക് പോകാം. INCയുടെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ബോംബെ. നമ്മൾ പറഞ്ഞു ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വച്ചാണ് INCയുടെ ആദ്യ സമ്മേളനം നടന്നത്. അതായത് 1885 ഡിസംബർ 28 ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ എത്ര പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്? 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. നമ്മൾ പറഞ്ഞതാണ് ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുത്തത്. ആരായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി? എവോ ഹ്യൂമാണ് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. എവോ ഹ്യൂമായിരുന്നു. അതേപോലെ തന്നെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72 പേരാണെന്ന് പറഞ്ഞു. ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം എത്രയാണെന്ന് ചോദിച്ചാൽ പ്രമേയം 9 എണ്ണമാണ്. അപ്പോൾ 9 പ്രമേയമാണ് ആദ്യ സമ്മേളനത്തിൽ, അതായത് ബോംബെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് 9 പ്രമേയമാണ്. ഓക്കെ, അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത്. WC ബാനർജി അധ്യക്ഷനായിരുന്നു. 9 പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി എവോ ഹ്യൂമായിരുന്നു. പങ്കെടുത്ത അംഗങ്ങൾ 72 ആയിരുന്നു. എവിടെയായിരുന്നു സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജാണ്. ഇനി ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ അയ്യർ. സുബ്രഹ്മണ്യ അയ്യരാണ് എന്ത് ചെയ്തത്?
പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ജി സുബ്രഹ്മണ്യ അയ്യർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ബോംബെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ബോംബെ സമ്മേളനം നടന്നത് 1885 ഡിസംബർ 28-നാണ്. ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു അധ്യക്ഷൻ എന്ന് പറയുന്നത്. WC ബാനർജി ആയിരുന്നു അധ്യക്ഷൻ. WC ബാനർജിയാണ്. ഓക്കെ, ഇനി INCയുടെ ഈ പറയുന്ന സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയായിരുന്നു? 72 പേരാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 72 പേരാണ്. 72 പേര്. എവിടെയായിരുന്നു നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വെച്ചാണ് ഈ സമ്മേളനം നടന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യരാണ് ആദ്യ പ്രമേയം അവതരിപ്പിച്ചത്. അതേപോലെ തന്നെ ആദ്യ പ്രമേയം എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 9 പ്രമേയമായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന. പ്രമേയങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് 9 പ്രമേയങ്ങളായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അധ്യക്ഷൻ WC ബാനർജി. നടന്നത് 85 ഡിസംബർ 28. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് അടുത്തൊരു സമ്മേളനത്തെക്കുറിച്ച് പഠിക്കാം. അലഹബാദ് സമ്മേളനം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അലഹബാദ് സമ്മേളനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് സമ്മേളനം നടന്ന വർഷം 1888-ലാണ് അലഹബാദ് സമ്മേളനം നടന്നത്. അലഹബാദ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ജോർജ് യൂളാണ്. ജോർജ് യൂളാണ് അലഹബാദ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ചോദിച്ചു കഴിഞ്ഞാൽ അധ്യക്ഷൻ ആരാണ്? ജോർജ് യൂളാണ്. അലഹബാദ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജോർജ് യൂളായിരുന്നു. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജോർജ് യൂൾ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ INC പ്രസിഡൻ്റ് ആകുന്ന ആദ്യത്തെ വിദേശിയാണ് ജോർജ് യൂൾ. ആദ്യ വിദേശി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആരെന്ന് പറയുന്നത്? ജോർജ് യൂൾ. അപ്പോൾ INC പ്രസിഡൻ്റ് ആകുന്ന ആദ്യത്തെ വിദേശി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ജോർജ് യൂളാണ്. INC പ്രസിഡൻ്റ് ആകുന്ന ആദ്യത്തെ വിദേശി ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വിദേശിയാണ് ആരെന്ന് പറയുന്നത്? യെസ്, ജോർജ് യൂള്. ഓക്കെ, അപ്പോൾ ഏത് സമ്മേളനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് സമ്മേളനമാണ്. നടന്ന വർഷം ചോദിച്ചു കഴിഞ്ഞാലോ മക്കളെ 1888. ഓക്കെ, അധ്യക്ഷൻ ജോർജ് യൂള്. ആദ്യത്തെ വിദേശിയാണ് ആരെന്ന് പറയുന്നത്? ജോർജ് യൂൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തൊരു സമ്മേളനം എന്ന് പറയുന്നത് നാഗ്പൂർ സമ്മേളനമാണ്. അപ്പോൾ നാഗ്പൂർ സമ്മേളനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തതാണ് നാഗ്പൂർ സമ്മേളനം. നാഗ്പൂർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം പാസ്സാക്കിയത്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം പാസ്സാക്കിയ സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം. ഓക്കെ, നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നാഗ്പൂർ സമ്മേളനം എന്ന് പറയുന്നത്. നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? വിജയ രാഘവ ആചാര്യ ആയിരുന്നു ഏതിൻ്റെ? നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ രാഘവ ആചാര്യാണ് നാഗ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഗ്പൂർ സമ്മേളനമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് 4 ഓപ്ഷനുകളും നമ്മൾ ക്ലിയർ ചെയ്തു. ലാഹോർ സമ്മേളനം പഠിച്ചു, അതേപോലെ തന്നെ ബോംബെ സമ്മേളനം പഠിച്ചു, അലഹബാദ് സമ്മേളനം പഠിച്ചു, നാഗ്പൂർ സമ്മേളനം പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവ് ഏതു പേരിലാണ് അറിയപ്പെട്ടത്? ഓപ്ഷൻ എ തൃപ്പടിദാനം, ഓപ്ഷൻ ബി ഇറയിളി, ഓപ്ഷൻ സി പതിവു കണക്ക്, ഓപ്ഷൻ ഡി പണ്ടാരവക. ഓക്കെ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മളിങ്ങനെ തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയതാണ് ASMൻ്റെ. അപ്പോൾ പഠിച്ചു വച്ചോ. ഇറയിളി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവിന് പറയുന്ന പേരാണ്. ഓക്കെ, അപ്പോൾ നികുതി ഇളവാണ് എന്തെന്ന് പറയുന്നത്? ഇറയിളി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായ മാർത്താണ്ഡവർമ്മ
കർഷകരായ സൈനികർക്ക് അവരുടെ സേവന കാലഘട്ടത്തിൽ നൽകിയിരുന്ന നികുതി ഇളവിന് പറയുന്ന പേരാണ്. നികുതി ഇളവാണ് എന്തെന്ന് പറയുന്നത് ഇറയിളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇറയിളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മക്കളെ, ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടി പഠിച്ചു വച്ചോ. അതായത് ഇറയിളി അടിത്തൂൺ. എന്താണ് ഇറയിളി അടിത്തൂൺ എന്ന് പറയുന്നത്? ഇറയിളി അടിത്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായമാണ്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ കർഷകർ വിരമിക്കുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ അതായത് സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായം. അപ്പോൾ സൈനികർ വിരമിക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായമാണ് ഇറയിളി അടിത്തൂൺ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇറയിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നികുതി ഇളവാണ്. ഇറയിളി അടിത്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരമിക്കുമ്പോൾ, അതായത് സൈനികർ വിരമിക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായം. അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക, പെൻഷൻ സമ്പ്രദായമാണ് എന്തെന്ന് പറയുന്നത് ഇറയിളി അടിത്തൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. എന്താണ് ഇറയിളി, എന്താണ് ഇറയിളി അടിത്തൂൺ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇറയിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൈനികർക്ക് അവരുടെ സേവനകാലം മുഴുവൻ നൽകിയിരുന്ന നികുതി ഇളവിനെയാണ് എന്തെന്ന് പറയുന്നത് ഇറയിളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറയിളി. ഇനി എന്താണ് ഇറയിളി അടിത്തൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കി ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. സൈനികർ വിരമിക്കുമ്പോൾ നൽകിയിരുന്ന പെൻഷൻ സമ്പ്രദായം. അപ്പോൾ സൈനികർക്ക് നൽകിയിരുന്ന പെൻഷനായിരുന്നു ഇറയിളി അടിത്തൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം തൃപ്പടിദാനം. എന്തായാലും PSC എക്സാമുകളിൽ ചോദിക്കാറുള്ള ചോദ്യമാണ് തൃപ്പടിദാനത്തെക്കുറിച്ച്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി, അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ആരാണ് ചോദിച്ചാൽ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. മാർത്താണ്ഡവർമ്മയാണ്. അതായത് മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭദാസന്, ഓക്കെ, ശ്രീ പത്മനാഭദാസന് എന്ത് ചെയ്യുന്നു? സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ ശ്രീ പത്മനാഭ ദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഓർത്തു വച്ചോ, എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ അല്ലെങ്കിൽ താൻ വെട്ടിപ്പിടിച്ച എല്ലാ രാജ്യവും തൻ്റെ കുലദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട് തൃപ്പടിദാനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1750 ജനുവരി 3 മകരം 5 925. ഇതാണ് മലയാള മാസം പറയുമ്പോൾ പറയേണ്ടത്. ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്നാണ് തൃപ്പടിദാനം നടന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1750 ജനുവരി 3 തൃപ്പടിദാനം നടന്ന വർഷം. 1750 ജനുവരി 3 മകരം 5 925. ഓക്കെ, അപ്പോൾ ആരാണ് തൃപ്പടിദാനം, ആരുടെ കാലത്താണ് നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് തൃപ്പടിദാനം നടന്നത്. എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭദാസന് സമർപ്പിച്ച ആ ഒരു എന്താണ് സമ്പ്രദായം അല്ലെങ്കിൽ ആ ഒരു ചടങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം നടന്നത് 1750 ജനുവരി 3. ഇനി 1766 എന്ത് ചെയ്തേണ്ട രണ്ടാം തൃപ്പടിദാനം നടത്തി. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മരാജ. നമുക്കറിയാം കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് ധർമ്മരാജയാണ്. അതേപോലെ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവുമാര് തന്നെയാണ് ധർമ്മരാജയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി എഴുതിയത് ആരാന്ന് ചോദിച്ചാൽ മക്കളെ അത് ആരാണ്? ഉമാമഹേശ്വരിയാണ്. ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന് പറയുന്ന കവിത അല്ലെങ്കിൽ കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉമാമഹേശ്വരിയാണ്. ഓക്കെ, ഉത്രാടൻ തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ജീവചരിത്രമായിരുന്നു ഇതിൻ്റെ അകത്ത് പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. എന്നാണ്
തൃപ്പടിദാനം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1750 ജനുവരി 3. ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. എന്താണ് തൃപ്പടിദാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മ താൻ വിസ്തൃതമാക്കിയ രാജ്യം തൻ്റെ കുലദൈവമായിട്ടുള്ള ശ്രീ പത്മനാഭന് സമർപ്പിച്ചു. ഇതാണ് തൃപ്പടിദാനം. ഇതിനുശേഷം തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ശ്രീ പത്മനാഭ ദാസന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്നാണ് നടന്നത്? 1750 ജനുവരി 3 മകരം 5 925. രണ്ടാം തൃപ്പടിദാനം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1766. 1766 രണ്ടാം തൃപ്പടിദാനം. ആരുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മരാജയുടെ കാലത്താണ്. ഏറ്റവും കൂടുതൽ തിരുവിതാംകൂർ ഭരിച്ചു. കിഴവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതൊക്കെ ആരാണ്? ധർമ്മരാജയാണ്. ഇനി തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമാമഹേശ്വരിയാണ് തൃപ്പടിദാനം എന്ന് പറയുന്ന കൃതി രചിച്ചത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് പതിവ് കണക്ക് എന്ന് പറയുന്നത്. പതിവ് കണക്ക്. ഓക്കെ, അപ്പോൾ പതിവ് കണക്ക് ആരുടെ കാലത്തെ ആയിരുന്നു പതിവ് കണക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക. പതിവ് കണക്ക് മക്കളെ, അടുത്തതാണ് പതിവ് കണക്ക്. എന്താണ് പതിവ് കണക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണ പരിഷ്കാരങ്ങളിൽ ഒന്നായിരുന്നു പതിവ് കണക്ക്. അതായത് പതിവ് കണക്ക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജറ്റാണ് എന്തെന്ന് പറയുന്നത് പതിവ് കണക്ക് എന്ന് പറയുന്നത്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജറ്റിനെയാണ് പതിവ് കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ഭരണപരിഷ്കാരത്തിൽ പതിവ് കണക്ക് എന്നറിയപ്പെടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അത് ബജറ്റാണ്. ബജറ്റിനെയാണ് പതിവ് കണക്ക് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ചെക്ക് പോസ്റ്റ് എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചെക്ക് പോസ്റ്റ് അത് അറിയപ്പെട്ടത് ചൗക്കകൾ എന്ന പേരിലാണ്. ചെക്ക് പോസ്റ്റ് അറിയപ്പെട്ടത് ചൗക്കകൾ എന്ന പേരിലാണ്. ഓർത്തു വയ്ക്കുക, ബജറ്റ് എന്ന് പറയുന്നത് പതിവ് കണക്ക്, ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ചൗക്കകളാണ്. ഓക്കെ, ഇനി പോസ്റ്റൽ സമ്പ്രദായം അതായത് പോസ്റ്റ് ഓഫീസ് അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ അഞ്ചൽ എന്ന പേരിലാണ് പോസ്റ്റൽ സമ്പ്രദായം അറിയപ്പെട്ടത്. അഞ്ചൽ എന്ന പേരിലാണ് പോസ്റ്റൽ സമ്പ്രദായം. ഓക്കെ, ഇനി താലൂക്ക് ഓഫീസ് അറിയപ്പെട്ടത് താലൂക്ക് ഓഫീസ് അറിയപ്പെട്ടത് മണ്ഡപത്തും വാതുക്കൽ എന്നാണ്. മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് എന്താ അറിയപ്പെട്ടത്? താലൂക്ക് ഓഫീസ് അറിയപ്പെട്ടത് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ്. ഓക്കെ, ഇനി തഹസിൽദാർ അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യക്കാർ എന്ന പേരിലാണ് തഹസിൽദാർ അറിയപ്പെട്ടത്. കാര്യക്കാർ എന്ന പേരിലാണ് തഹസിൽദാർ അറിയപ്പെട്ടത്. ഇനി വില്ലേജ് ഓഫീസ് അപ്പോൾ വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പകുതികൾ എന്ന പേരിലാണ്. മക്കളെ ശ്രദ്ധിക്കുക, പകുതികൾ എന്ന പേരിലാണ് വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടത്. എന്നാൽ വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർമാർ അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പർവത്തിക്കാർ എന്ന പേരിലാണ്. പർവത്തിക്കാർ എന്ന പേരിലാണ് വില്ലേജ് ഓഫീസർമാർ അറിയപ്പെട്ടത്. പർവത്തിക്കാർ എന്ന പേരിലാണ്. ഇനി നമ്മുടെ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ധനമന്ത്രിമാർ, ഇത് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് കേട്ടോ നിലവിൽ PSC. ധനമന്ത്രിമാർ അറിയപ്പെട്ടത് മുളകുമടി ശീലക്കാർ എന്ന പേരിലാണ്. മുളകുമടി ശീലക്കാർ എന്ന പേരിലാണ് ആരറിയപ്പെട്ടത്? ധനമന്ത്രിമാർ അറിയപ്പെട്ടത്. അപ്പോൾ എല്ലാ ഓപ്ഷനുകളും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പോയി. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. അതായത് ബജറ്റ് ഏത് പേരിലാണ് ബജറ്റ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ബജറ്റ് ഏത് പേരിലാണ്? പതിവ് കണക്ക്. ബജറ്റ് പതിവ് കണക്ക്. നമ്മൾ 8 എണ്ണമാണ് പഠിച്ചത്. ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. രണ്ടാമത് ചെക്ക് പോസ്റ്റ് അറിയപ്പെട്ടത് ചൗക്കകൾ. ചൗക്കകൾ എന്ന പേരിലാണ് ചൗക്കകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അടുത്തത് പോസ്റ്റ് ഓഫീസ് അറിയപ്പെട്ടത് ഏത് പേരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ എന്ന പേരിലാണ്. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി താലൂക്ക് ഓഫീസ്, നാലാമത്തെ താലൂക്ക് ഓഫീസ് അറിയപ്പെട്ടത് മണ്ഡപത്തും വാതുക്കൽ. ശ്രദ്ധിക്കുക, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. എന്താണ്? താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അടുത്തത് തഹസിൽദാർ, അഞ്ചാമത്തെ തഹസിൽദാർ ഏത് പേരിലാണ്? കാര്യക്കാർ എന്ന പേരിലാണ് തഹസിൽദാർ.
വില്ലേജ് ഓഫീസ് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? വില്ലേജ് ഓഫീസ് പകുതികൾ എന്ന പേരിലാണ് വില്ലേജ് ഓഫീസ് പകുതികൾ. ഇനി വില്ലേജ് ഓഫീസർമാർ അറിയപ്പെട്ടത് പർവത്തിക്കാർ എന്ന പേരിലാണ് വില്ലേജ് ഓഫീസർ അറിയപ്പെട്ടത് പർവതിക്കാർ എന്ന പേരിലാണ്. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ധനമന്ത്രിമാർ അറിയപ്പെട്ടത് ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻ്റ്, മുളകുമടി ശീലക്കാർ. എന്താണ്? മുളകുമടി ശീലക്കാർ എന്ന പേരിലാണ് ധനമന്ത്രിമാർ അറിയപ്പെട്ടത്. മുളകുമടി ശീലക്കാർ എന്ന പേരിലാണ് ധനമന്ത്രിമാർ അറിയപ്പെട്ടത്. മുളകുമടി ശീലക്കാർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളൂ. പറഞ്ഞതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 4 ഓപ്ഷനും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് പോയിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും 1 മാർക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ വരുന്നൊരു എക്സാമിന്. അപ്പോൾ പഠിച്ച് എഴുതി തന്നെ വച്ചോ, ഒരു നഷ്ടവും ഇല്ല. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യം ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ കീഴിലുണ്ടായിരുന്ന പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി തിരുവിതാംകൂർ, ഓപ്ഷൻ ഡി മലബാർ. കൊല്ലം നമുക്ക് അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് കൊച്ചി, തിരുവിതാംകൂർ, മലബാർ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത്, അതായത് പ്രത്യക്ഷ ഭരണം ഉണ്ടായിരുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാറാണ്. ഓക്കെ, ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരിലൂടെ പരോക്ഷമായി ഭരണം നടത്തിയ പ്രദേശങ്ങളായിരുന്നു ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ കൊച്ചിയും അതേപോലെ തന്നെ തിരുവിതാംകൂറും. ഓക്കെ, അപ്പോൾ കൊച്ചി ആണെങ്കിലും അതേപോലെ തന്നെ തിരുവിതാംകൂർ ആണെങ്കിലും എന്താണ്? പരോക്ഷമായിട്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരിലൂടെ ആയിരുന്നു നിലവിൽ എവിടെ ഭരണം നടത്തിയിരുന്നത്? കൊച്ചിയിലും തിരുവിതാംകൂറിലും. എന്നാൽ മലബാർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന, അതായത് എന്താണ്? പ്രത്യക്ഷ ഭരണം. ഓക്കെ, പ്രത്യക്ഷ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മലബാറാണ്. ബ്രിട്ടീഷുകാർ നമുക്കറിയാം, കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഓക്കെ, അപ്പോൾ മാസ്റ്റർ റാൽഫിച്ച് ആണ് ആദ്യമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആരെന്ന് പറയുന്നത്? മാസ്റ്റർ റാൽഫിച്ച്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. എന്നാൽ എന്താണ്? വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. ക്യാപ്റ്റൻ കീലിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1615 ക്യാപ്റ്റൻ കീലിംഗ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വന്ന് നമ്മുടെ സാമൂതിരിയെ സന്ദർശിച്ചതിന് ശേഷം വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ കീലിംഗ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1615 ക്യാപ്റ്റൻ കീലിംഗ് സാമൂതിരിയുമായിട്ട് ഒപ്പുവയ്ക്കുന്നത്. കേരള ചരിത്ര രേഖകളിൽ ഷീമക്കാരെന്നറിയപ്പെട്ടതാണ് ഇംഗ്ലണ്ടുകാർ. അതേപോലെ തന്നെ 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്തൊരു വ്യാപാരശാല നിർമ്മിച്ചു. അത് രവിവർമ്മയുടെ കാലത്താണ് വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പണ്ടകശാലകൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിഴിഞ്ഞമാണ്. പ്രധാനപ്പെട്ട പണ്ടകശാലകൾ ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് ഒന്ന് വിഴിഞ്ഞത്താണ്. രണ്ടാമത്തെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലശ്ശേരിയാണ്. തലശ്ശേരി, വിഴിഞ്ഞം, അതേപോലെ തന്നെ അഞ്ചുതെങ്ങ്. ഈ 3 സ്ഥലവും ഓർത്തു വച്ചോ. ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പണ്ടകശാലകൾ അല്ലെങ്കിൽ സംഭരണശാലകൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. അതായത് ഇവിടെ നിന്നും സ്വരൂപിക്കുന്ന നമ്മുടെ കുരുമുളക്, അതേപോലെ തന്നെ ഏലം, കറുകപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ അവർ എവിടെയാണ് ഇത് കപ്പലിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വച്ചിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? പണ്ടകശാല അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ. ഓക്കെ, സ്റ്റോർ ഹൗസ് എന്നതാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇംഗ്ലീഷ് വാക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഭരണശാല അല്ലെങ്കിൽ പണ്ടകശാല. ഓക്കെ, ഇനി നമുക്കറിയാം നിലവിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമ സംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ നഞ്ചപ്പ എന്ന് പറയുന്ന ആളാണ്, നഞ്ചപ്പയ്യ. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ
നിലവിൽ ഇവിടെ വരികയും തലശ്ശേരി കോട്ട നിർമ്മിച്ചു. അത് 1708 തലശ്ശേരി കോട്ട. അതേപോലെ തന്നെ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ചോദിക്കാറുണ്ട്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാണ് ഒപ്പുവെച്ചത്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത്. അപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1792 ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് സെറ്റാക്കി വയ്ക്കുക. അപ്പോൾ ഒന്നുകൂടിയും പറയാം പറഞ്ഞ കാര്യങ്ങൾ. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? പ്രത്യക്ഷ ഭരണം, അതായത് നേരിട്ടുള്ള ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്നത് അത് മലബാറാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ കൊച്ചിയും തിരുവിതാംകൂറുമാണ് പരോക്ഷമായിട്ട്, അതായത് ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരിലൂടെ പരോക്ഷമായി ഭരണം നടത്തിയ പ്രദേശമായിരുന്നു കൊച്ചിയും തിരുവിതാംകൂർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള പോയിൻറ്റ്സുകൾ. അതായത് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ, കൊച്ചിയിൽ ആദ്യമായി അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ചോദിച്ചാൽ മാസ്റ്റർ റാൽഫിച്ചാണ്. അദ്ദേഹം ഒരു സഞ്ചാരിയായിരുന്നു കേട്ടോ, ഈ മാസ്റ്റർ റാൽഫിച്ച്. അദ്ദേഹം ഇവിടെ നിന്നും വന്ന് നമ്മുടെ ഈ പറയുന്ന തിരുവിതാംകൂറും കൊച്ചിയും മലബാറും ഒക്കെ സന്ദർശിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ഡയറിക്കുറിപ്പ് എഴുതുകയും ആ ഡയറിക്കുറിപ്പ് നിലവിൽ അവിടെ ഇംഗ്ലണ്ടിൽ വായിക്കുകയും അങ്ങനെയുള്ള ആ ഒരു ഡയറിക്കുറിപ്പിൽ നിന്നും കിട്ടിയ വിവരങ്ങളനുസരിച്ചാണ് ഈ പറയുന്ന ആളുകളൊക്കെ എങ്ങോട്ടേക്ക് വരുന്നത്? കേരളത്തിലേക്ക് വരുന്നത്. കാരണം കേരളം എന്ന് പറയുന്നത് സമ്പദ് സമൃദ്ധിയുടെയും അതേപോലെ തന്നെ രാജാക്കന്മാരുടെ തർക്കത്തിൻ്റെയും അല്ലെങ്കിൽ രാജാക്കന്മാരുമായിട്ട് പരസ്പരം വിയോജിപ്പുള്ള രാജാക്കന്മാരും അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ വളരെയധികം സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഒരു കലവറയാണ് കേരളം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു യാത്രാക്കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവലോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇക്കാലഘട്ടത്തിൽ പറയാം. അദ്ദേഹമായിരുന്നു അവരെയൊക്കെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഡയറിക്കുറിപ്പ് വായിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും ആളുകൾ കേരളത്തിലേക്ക് ചേക്കേറുന്നത്. ഓക്കെ, ഇനി ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ടെത്തിയ സാമൂതിരിയെ സന്ദർശിച്ച വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ കീലിംഗാണ്. അപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ കീലിംഗ് ഇദ്ദേഹം ഒരു സഞ്ചാരി മാത്രമായിരുന്നു, ഒരു ടൂറിസ്റ്റാണ് മാസ്റ്റർ റാൽഫിച്ച്. ആദ്യമായിട്ട് വന്ന ഒരു ഇംഗ്ലീഷുകാരൻ, അതായത് ഒരു ടൂറിസ്റ്റാണ് മാസ്റ്റർ റാൽഫിച്ച്. പക്ഷേ ആധികാരികമായിട്ട് ഇവിടെ വരികയും സാമൂതിരിയെ കാണുകയും അതിനുശേഷം ഒരു വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ആരാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അത് ക്യാപ്റ്റൻ കീലിംഗാണ്. 1615 ഓർത്ത് വയ്ക്കുക. ഓക്കെ, കേരള ചരിത്ര രേഖകൾ ഷീമ എന്നറിയപ്പെട്ട പ്രദേശമാണ് ഇംഗ്ലണ്ട്. ഓക്കെ, ഷീമ എന്നറിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടാണ്. അതേപോലെ നമ്മൾ പറഞ്ഞു, അതായത് ഇവിടെ കേരളത്തിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന പണ്ടകശാല അല്ലെങ്കിൽ സംഭരണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 വിഴിഞ്ഞം, 2 തലശ്ശേരി, 3 അഞ്ചുതെങ്ങ ഓർത്ത് വയ്ക്കുക. ഇതാണ് സ്റ്റോർ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു മലബാറാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും അവർ നേരിട്ടുള്ള ഭരണത്തിൽ കീഴിലാക്കിയിരുന്നതും. ഈ മലബാർ അവർക്ക് കിട്ടിയത് ഏത് ഉടമ്പടി പ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, എന്നാണ്? 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. സെറ്റാണ് എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ എസ്.കെ. പൊറ്റക്കാട്, ഓപ്ഷൻ ബി ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ സി വി.എസ്. അച്യുതാനന്ദൻ, ഓപ്ഷൻ ഡി ഉറൂബ്. നമുക്കറിയാം ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയാണ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം ഇ.എം. ശങ്കരൻ നമ്പൂതിരിപ്പാട്, അതായത് EMSൻ്റെയാണ് ഈ പറയുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത്. EMSുമായി ബന്ധപ്പെട്ട് PSC ഒത്തിരി തവണ ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ് EMSൻ്റെ പൂർണ്ണനാമം എന്താണ് എന്നുള്ളത്. അപ്പോൾ EMSൻ്റെ പൂർണ്ണനാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഓക്കെ, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. അപ്പോൾ EMSൻ്റെ പൂർണ്ണനാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതാണ് EMSൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. EMSുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചേക്കണ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് EMSൻ്റെ ആത്മകഥ ഏതാണ് എന്നുള്ളതാണ്. EMSൻ്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മകഥ തന്നെയാണ് EMSൻ്റെ ആത്മകഥ എന്നുള്ളത്. അതേപോലെ തന്നെ KR ഗൗരി അമ്മയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആത്മകഥ തന്നെയാണ്. KR ഗൗരി അമ്മയുടെ ആത്മകഥയുടെ പേരും എന്ത് തന്നെയാണ്? ആത്മകഥ എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ മൊയ്യാരത്ത് ശങ്കരൻ്റെ ആത്മകഥയും ആത്മകഥ തന്നെയാണ്. അന്നച്ചാണ്ടിയുടെ ആത്മകഥയും ആത്മകഥ തന്നെയാണ്. VR കൃഷ്ണ അയ്യരുടെ ആത്മകഥയും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മകഥ തന്നെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ EMSൻ്റെ ആത്മകഥയാണ്. KR ഗൗരി അമ്മയുടെ ആത്മകഥയാണ്. മൊയ്യാരത്ത് ശങ്കരൻ്റെ ആത്മകഥയാണ്. അതേപോലെ സർദാർ KM പണിക്കരുടെ ആത്മകഥയാണ്. അന്നച്ചാണ്ടിയുടെ ആത്മകഥയാണ്. VR കൃഷ്ണ അയ്യരുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ആത്മകഥ തന്നെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ EMSൻ്റെ പൂർണ്ണനാമം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയായിരുന്നു ആത്മകഥ എന്നുള്ളത്. 1909 ജൂൺ 13 മലപ്പുറം ജില്ലയിലെ ഏലംകുളത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ എന്നാണ് അദ്ദേഹം ജനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1909 ജൂൺ 13 മലപ്പുറം ജില്ലയിലെ ഏലംകുളത്താണ് അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം 1998 മാർച്ച് 19 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അതൊക്കെ നമുക്ക് ബേസായിട്ട് അറിയാം. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? EMS ആണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിരുന്നു, എഴുത്തുകാരനായിരുന്നു. അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലകളിലും അദ്ദേഹം വളരെയധികം പ്രശസ്തനാണ് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. അതേപോലെ തന്നെ എന്താണ്? മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എഴുത്തുകാരനായിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ SK പൊറ്റക്കാടിനെ കുറിച്ചാണ്. ഓക്കെ, SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ടും PSC ചോദിക്കാറുണ്ട് എപ്പോഴും ചോദ്യങ്ങൾ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് SK പൊറ്റക്കാടിൻ്റെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത് ആരാണ് എന്നുള്ളതാണ്. ഒരു തെരുവിൻ്റെ കഥ എന്ന നോവൽ എഴുതിയത് ആരുടെയാണ് എന്നുള്ളത് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന നോവൽ ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെരുവിൻ്റെ കഥ ആരുടെ നോവലാണ്? SK പൊറ്റക്കാടിൻ്റെ നോവലാണ് ഒരു തെരുവിൻ്റെ കഥ എന്നുള്ള നോവൽ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ഓക്കെ, അപ്പോൾ ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് മലയാള സാഹിത്യത്തിലെ അതിപ്രശസ്തനായ നോവലിസ്റ്റും കഥാകാരനും സഞ്ചാര സാഹിത്യകാരനുമാണ് ആരെന്ന് പറയുന്നത്? SK പൊറ്റക്കാട്. അദ്ദേഹം അറിയപ്പെടുന്നത് വിശ്വസഞ്ചാരി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ വിശ്വസഞ്ചാരി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ മലയാളത്തിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വിശ്വസഞ്ചാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ താഴെ പറയുന്നവയിൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് SK പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ നാമം എന്ന് പറയുന്നത്. ഓക്കെ, 1980 അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലുണ്ട്, അതായത് ഒരു ദേശത്തിൻ്റെ കഥ. ഓക്കെ, അപ്പോൾ 1980 ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠം ലഭിക്കുന്നത്. ഒരു തെരുവിൻ്റെ കഥ കോഴിക്കോട്ടെ മിഠായി തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ്. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വിഷകന്യക 1982 പ്രസിദ്ധീകരിച്ച ഈ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതേപോലെ തന്നെ ഒരു ദേശത്തിൻ്റെ കഥ
അദ്ദേഹത്തിൻ്റെ ആത്മകഥാംശമുള്ള ഒരു നോവലാണിത്. 1980 ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം ലഭിച്ചത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന നോവലിനാണ്. ഇപ്പോൾ ഓർത്തു വയ്ക്കുക, ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്നത് ആരുടെ നോവലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിൻ്റെയാണ് ഒരു ദേശത്തിൻ്റെ കഥ. അതേപോലെ തന്നെ ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്നത് കോഴിക്കോട്ടെ മിഠായി തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവലാണ് ഈ പറയുന്ന ഒരു തെരുവിൻ്റെ കഥ. 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ഈ പറയുന്ന ഒരു തെരുവിൻ്റെ കഥയ്ക്കാണ്. ഒരു തെരുവിൻ്റെ കഥ. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഒരു തെരുവിൻ്റെ കഥയാണ് ഏതിന്? എസ്.കെ. പൊറ്റക്കാടിന് മിഠായി തെരുവിൻ്റെ പശ്ചാത്തലത്തിൽ രചിച്ച ഈ ഒരു തെരുവിൻ്റെ കഥ എന്ന് പറയുന്ന നോവലിന് 61 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് 1980. ഇത് 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് 1961. വിഷകന്യയ്ക്ക് 1982 വിഷകന്യക എന്ന് പറയുന്ന ആ ഒരു നോവലിന് എന്ത് കിട്ടിയിട്ടുണ്ട്? വിഷകന്യക എന്ന് പറയുന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് വിഷകന്യക എന്ന് പറയുന്ന നോവലിനാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യങ്ങളാണ് എസ്.കെ. പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരാണ് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്? ഒരു നല്ലൊരു കഥാകൃത്ത്, നോവലിസ്റ്റ് ഒക്കെ ആയിരുന്നു. വിശ്വസഞ്ചാരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്.കെ. പൊറ്റക്കാടാണ്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നോവലിനാണ് 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഒരു തെരുവിൻ്റെ കഥയ്ക്കാണ് 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അതേപോലെ തന്നെ വിഷകന്യക എന്ന് പറയുന്ന നോവലിനാണ് 1982 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷനിൽ വന്നതാണ് നമ്മുടെ ഉറൂബ് എന്ന് പറയുന്നത്. ഉറൂബിൻ്റെ പൂർണ്ണനാമം അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിരിക്കുന്നത്. ഉറൂബിൻ്റെ തൂലികാനാമം എന്ന് പറയുന്നതാണ് ഉറൂബ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC കുട്ടിക്കൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. PC കുട്ടിക്കൃഷ്ണൻ. ഓർത്തു വയ്ക്കുക, ഉറൂബിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ നാമം PC കുട്ടിക്കൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് ഉറൂബ് എന്ന് പറയുന്നത് PC കുട്ടിക്കൃഷ്ണൻ. PSC എപ്പോഴും മാറി ചോദിക്കാറുണ്ട്. PC AC PC MC എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കും. അപ്പോൾ ഇനീഷ്യൽ മക്കളെ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. PC കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിന് ഉറൂബ് എന്ന തൂലികാനാമം ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PC കുട്ടിക്കൃഷ്ണൻ്റെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഉമ്മാച്ചു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് ഉമ്മാച്ചു. ഓർക്കുക, ഉമ്മാച്ചു ആരുടെയാണ്? PC കുട്ടിക്കൃഷ്ണൻ. ഈ ഉറൂബിൻ്റെ നോവലാണ് ഉമ്മാച്ചു. ഈ നോവൽ ചലച്ചിത്രമാവുകയും ഏറെ ജനപ്രീതി നേടുകയും ചെയ്തൊരു നോവലാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ മറ്റൊരു നോവൽ എന്ന് പറയുന്നത് സുന്ദരികളും സുന്ദരന്മാരും. ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ഒരു നോവലാണ് സുന്ദരികളും അതേപോലെ തന്നെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന ആ ഒരു നോവൽ, സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവൽ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആരുടെ തന്നെയാണ്? നമ്മുടെ ഉറൂബിൻ്റെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. ഇനി PC കുട്ടിക്കൃഷ്ണൻ്റെ നോവലാണ്. 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡും 1960 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട് ഈ പറയുന്ന സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന ആ ഒരു നോവലിന്. അപ്പോൾ അത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തു വയ്ക്കുക. ഉറൂബുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം PC കുട്ടിക്കൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നോവലാണ് ഉമ്മാച്ചു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സുന്ദരികളും സുന്ദരന്മാരുമാണ് മറ്റു പ്രസിദ്ധമായിട്ടുള്ള നോവലുകൾ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ VS അച്യുതാനന്ദനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒരു പ്രമുഖ വ്യക്തിത്വമാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് ഈ പറയുന്ന VS. സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലെയും പൊതുരംഗത്തെ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തിയ അദ്ദേഹം ജനകീയ നേതാവ്, അതായത് എന്താണ് ജനകീയ നേതാവ് എന്നുള്ള ആ ഒരു ലേബൽ കിട്ടിയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് VS തന്നെയാണ്. അതായത് വിപ്ലവ സിംഹം അല്ലെങ്കിൽ
എന്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഒരു നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VS തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വയ്ക്കുക, കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സമരങ്ങളൊക്കെ ആയിരുന്നു പുന്നപ്ര വയലാർ സമരത്തിൻ്റെ ഒക്കെ അകത്ത് വളരെയധികം അദ്ദേഹം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രൂരമായ മർദ്ദനങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് ഇരയാവുകയും അതേപോലെ തന്നെ ഈ പറയുന്ന പോലീസ് ലാത്തി ചാർജൊക്കെ വരിക്കുകയും ചെയ്തൊരു നേതാവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മൂന്നാർ ദൗത്യം, നമുക്കറിയാം, മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ മൂന്നാർ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ നിലവിൽ വരുന്നത്. അതേപോലെ തന്നെ 2016 അദ്ദേഹം ഭരണ പരിഷ്കാര കമ്മീഷനിൽ അംഗമാകുന്നത്. 2016 അദ്ദേഹം അംഗമാകുന്നത് ഭരണപരിഷ്കാര കമ്മീഷനിൽ. അദ്ദേഹം അന്തരിക്കുന്നത് 101ാമത്തെ വയസ്സിലാണ് VS അന്തരിക്കുന്നത്. 2025 ജൂലൈ 21 VS അന്തരിക്കുന്നത് എന്നുള്ളതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ VSുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞത്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ജനിക്കുന്നത് ആലപ്പുഴയിലെ പുന്നപ്ര എന്ന് പറയുന്നൊരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് 1923 ഒക്ടോബർ 20. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് 2025 ജൂലൈ 21, അതായത് 101ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, മരണപ്പെടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആത്മകഥ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം നമ്മുടെ ഓരോരുത്തർക്കും അത്രയധികം ഇഷ്ടപ്പെട്ടൊരു നേതാവ് തന്നെയായിരുന്നു VS എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സമരങ്ങൾ കൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ VSൻ്റെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമരം തന്നെ ജീവിതം, സമരം തന്നെ ജീവിതം എന്നുള്ളതാണ് VSൻ്റെ ആത്മകഥ എന്ന് പറയുന്നത്. അപ്പോൾ VSൻ്റെ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ? സമരം തന്നെ ജീവിതമാണ് VSൻ്റെ ആത്മകഥ എന്ന് പറയുന്നത്. സമരം തന്നെ ജീവിതം. ഓക്കെ, ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് VSൻ്റെ ആത്മകഥയാണെന്നുള്ളത് കൂടി മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്കി ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് അടുത്ത ദിവസം തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഇങ്ങനെ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ഏതെങ്കിലും ഫാക്റ്റൊക്കെ ആയിരിക്കും രണ്ടാമത്തെ സ്റ്റേജുകാർക്ക് വരുന്നത്. നമ്മൾ നന്നായി പഠിക്കുക, പഠിച്ച കാര്യങ്ങൾ കൃത്യമായി തന്നെ റിവിഷൻ ചെയ്തു പോയാൽ തീർച്ചയായിട്ടും നമുക്ക് എത്താവുന്ന ഒരു ഏറ്റവും നല്ല റാങ്കിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.